ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും, മാതാപിതാക്കൾക്കും പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും യൗവനക്കാർക്കും കുഞ്ഞുകുട്ടികൾക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. സന്തോഷം, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്, ഇല്ലേ? സന്തോഷം. ഈ വേദപുസ്തക ചരിത്രം അതിൽ നിറച്ചെഴുതിയിരിക്കുന്നു, സന്തോഷിപ്പീനെന്ന്. നാം സന്തോഷിക്കണം. നാം ഓരോരുത്തരും സന്തോഷിക്കുന്നത് കാണുന്നതാണ് ദൈവത്തിന് സന്തോഷം. അങ്ങനെയല്ലേ? നമ്മൾ മാതാപിതാക്കൾ, നമുക്ക് സന്തോഷം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ മക്കൾ സന്തോഷിക്കുമ്പോൾ. ആ മക്കൾക്ക് സന്തോഷം കൊടുക്കാൻ നാം എന്തെല്ലാം ചെയ്യും, ഇല്ലേ? നാം അല്പം ത്യാഗം സഹിച്ചിട്ടാണെങ്കിൽ പോലും, നമുക്ക് ഇല്ലാത്തത് പോലും നാം വായ്പ വാങ്ങിയിട്ട് പോലും നമ്മുടെ മക്കൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യത്തിന് നാം ചെലവഴിക്കും. അത് ഒരു മാതൃസ്നേഹമാണ്, ഒരു പിതൃസ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തേക്കാൾ വലുതാണ്. ആ നിത്യനായ ദൈവം നാം ഓരോരുത്തരും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതേ, നമുക്ക് സന്തോഷം തരാൻ ഒരു ദൈവം ജീവിക്കുന്നു. അവനത്ര യേശുക്രിസ്തു. യേശുക്രിസ്തു നമ്മെ ശിക്ഷിച്ച് നിത്യനരകത്തിലേക്ക് വിടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ക്രൂരനായ ദൈവമായി നിങ്ങൾ കാണരുത്. അല്ല പ്രിയരെ, യേശു സ്നേഹമാണ്. നാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുകയും നമ്മളോട് ദീർഘക്ഷമ കാണിക്കുകയും ചെയ്യുന്ന ദൈവം. പത്രോസ്ലിഹയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. ആ ദൈവത്തിന് കോപമില്ല, ആ ദൈവത്തിന് പരിഭവമില്ല, ആ ദൈവത്തിന് പരാതിയില്ല. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പ്രവൃത്തികൾ കൊണ്ട് അവൻ നരകത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. വാസ്തവമായി ദൈവം മനുഷ്യന് വേണ്ടിയിട്ടല്ല നരകമുണ്ടാക്കിയത്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനാശം, നിത്യനരകം, തീപ്പൊയ്ക എന്നാണ് വേദോസ്തം പറയുന്നത്. പക്ഷേ ഈ തീപ്പൊയ്കയിലേക്ക് നിർഭാഗ്യവശാൽ ജനം പോകുന്നു. എന്തുകൊണ്ട്? ദൈവത്തെ തിരിച്ചറിയാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിന് ഇടം കൊടുത്ത്, പാപത്തിന് ഇടം കൊടുത്ത് അവർ പിശാചിനോട് കൂട്ടുകൂടി പിശാച് പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നു. വാസ്തവമായ സത്യം അതാണ്. മനുഷ്യർ വിചാരിക്കുന്നു ദൈവം കൊണ്ടുപോയി ഓരോരുത്തരെയും വെറുതെ കൊണ്ടുപോയി നരകത്തിലിടുമെന്ന്. അല്ല പ്രിയരെ, നരകത്തിലേക്ക് പോകുന്ന ഓരോ മനുഷ്യനും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ഈ രക്ഷയിലേക്ക് വരണം. നാം ദൈവത്തെങ്കിലേക്ക് വരണം. മറ്റൊന്നും വേണ്ട. ഈ ക്രിസ്തുവിലേക്ക് വന്നാൽ ക്രിസ്തു പോകുന്ന സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. കർത്താവിന് സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. അന്ന് എന്ന്, അതൊരു ചോദ്യമാണ്. എന്നാണ് ഈ വലിയ സന്തോഷമുണ്ടായത്? നാം അത് അറിയണമെങ്കിൽ അതേ വാക്യം 17-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം വായിക്കണം. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. കർത്താവിന് സ്തോത്രം. നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. മോശയുടെ കാലഘട്ടം വരെ ജനം കൂടാരത്തിൽ പാർത്ത് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും പോന്നു. കൂടാരപ്പെരുന്നാൾ. എന്നാൽ മോശയ്ക്ക് ശേഷമുള്ള യോശുവയുടെ കാലം മുതൽ ജനം കൂടാരങ്ങളിൽ പാർത്തില്ല. പക്ഷേ ഇന്നിതാ ജനം കൂടാരങ്ങളിൽ പാർക്കുന്നു. ഞാൻ ഇതിൻ്റെ ആത്മീയമായ അർത്ഥം കർത്താവ് മനസ്സിലാക്കി തന്നതുപോലെ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണമെന്നും എഴുതിയിരുന്നു. പക്ഷേ ജനം അതനുസരിച്ചില്ല. എന്താണ് കൂടാരങ്ങൾ പാർക്കുക? നമുക്കറിയാം. എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഇസഹാക്കും യാക്കോബും അബ്രഹാമിനോട് ചേർന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? കൂടാരങ്ങളിൽ പാർക്കുക എന്നുള്ളത് അക്ഷരികമായ ഒരു കൂടാരം ഉണ്ടാക്കിയതിൽ പാർക്കുക എന്നുള്ളതാണ്
അന്ന് ന്യായപ്രമാണപ്രകാരം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതെങ്കിലും ഇന്ന് നാം അതിൻ്റെ ആത്മീകമായ വീക്ഷണത്തിലൂടെ അതിനെ വിശദീകരിക്കുമ്പോൾ കൂടാരങ്ങളിൽ പാർക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള എളിമയെ കാണിക്കുന്നു. ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ ധനസമൃദ്ധിയോ ആരോഗ്യസമൃദ്ധിയോ ബന്ധുബലമോ ജോലിയോ വരുമാനമോ മണിമാളിക പോലുള്ള ഭവനങ്ങളോ എന്തെല്ലാമുണ്ടെങ്കിലും വാഹനങ്ങളോ എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയമെന്നും ആ ഒരു സിംപ്ലിസിറ്റി, ആ ഒരു മനോഭാവം നാം കാത്തു സൂക്ഷിക്കണം. ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ എളിമയോടെ നിൽക്കണമെന്നുള്ള ഒരു സൂചനയാണ് ഇതിലൂടെ ദൈവം തരുന്നത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് അതിന് എത്രയോ പ്രാവശ്യം പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖമന്വേഷിച്ച് തങ്ങളെ ദുർമാർഗ്ഗങ്ങളിൽ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരെ പാപം ക്ഷമിച്ച് അവരെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദിനവൃത്താന്ത പുസ്തകങ്ങളിലുള്ള വാക്യമാണത്. നമ്മളെ തന്നെ താഴ്ത്തണം. വീണ്ടും ദൈവത്തിന് വചനം പറയുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമുള്ളവനുമായി ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടിയും വസിക്കുന്നു. ജനമെല്ലാം കൂടാരങ്ങൾ പാർത്തു. മാത്രമല്ല അവിടെ കാണുന്നത് ജനം എല്ലാവരും കൂടാരങ്ങൾ പാർത്തു. വലിയ മണിമാളിക ഉള്ളവരും കൂടാരങ്ങളിൽ, എന്നാൽ പാവപ്പെട്ടവരും കൂടാരത്തിൽ. സമത്വമായി ദൈവസന്നിധിയിൽ ചെന്നു. ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഞാനോ നീയോ വലിയവനെന്ന് ചിന്തിക്കാൻ പാടില്ല. ഞാൻ വലിയവനാണെന്ന് ദൈവസന്നിധിയിൽ ചിന്തിക്കരുത്, ഞാൻ കുറവുള്ളവനാണെന്ന് ചിന്തിക്കരുത്. നാം എല്ലാവരും മക്കളാണ്. നാം എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്, വില കുറഞ്ഞവരല്ല. കാരണം അവരെ ഏവരെയും വീണ്ടെടുത്തത് കർത്താവിൻ്റെ രക്തമാണ്. വ്യർത്ഥവും പിതൃപരവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായി കുഞ്ഞാണ്ട് വിലയേറിയ രക്തം കൊണ്ടാണ്. വിലയേറിയ രക്തം കൊണ്ട് വിലകെട്ട പാപികളായി നമ്മെ കർത്താവ് വീണ്ടെടുത്തെങ്കിൽ നാം വിലയുള്ളവരാണ്, ഒരേ വിലയുള്ളവരാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ എല്ലാം ഒരേ വിലയുള്ളവരാണ്. എന്നാൽ ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ, ക്രിസ്തീയ വിശ്വാസം അനുഭവിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരിലേക്ക് നോക്കിയാൽ ഇല്ലേ, തരം തിരിക്കുന്ന ചില പ്രകൃതങ്ങളില്ലേ, മാറ്റി നിർത്തുന്ന ചില പ്രകൃതങ്ങളില്ലേ, ചില സ്വഭാവങ്ങളില്ലേ, അത് ദൈവം ദുഃഖിക്കുന്നതാണ്. കൂടാരങ്ങളിൽ എല്ലാവരും പാർത്തു. എല്ലാവരും കൂടാരത്തിൽ, സമ്പന്നനും ദരിദ്രനും എല്ലാവരും കൂടാരത്തിൽ പാർക്കുന്നു. സമത്വം. 2 എളിമ. കർത്താവിന് സ്തോത്രം. ദൈവനാമത്തിൽപ്പെട്ടെ. മാത്രമല്ല, അന്ന് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നടത്തിയപ്പോൾ അവർ കൂടാരങ്ങളിലാണ് പാർത്തത്. അവർക്ക് പെർമനൻ്റ് ഷെൽട്ടർ ഉണ്ടായിരുന്നില്ല, ടെമ്പററി ഷെൽട്ടർ. എന്താണ് ഇതിൻ്റെ ആത്മീയാർത്ഥം? ഈ ഭൂമിയിലെ വാസം ടെമ്പററിയാണ്. കർത്താവിന് സ്തോത്രം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അബ്രഹാമിൻ്റെ തലമുറയും കാത്തിരുന്നു, കൂടാരങ്ങൾ പാർത്തുകൊണ്ട്. ഈ ഭൂമിയിലുള്ളതൊന്നും ശാശ്വതമല്ല പ്രിയരെ. ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും നാം ഓർത്തുകൊള്ളണം, എല്ലാം ടെമ്പററിയാണെന്ന്. ടെമ്പററിയാണ്. ഈ ഭൂമിയിലെ ജീവിതം ടെമ്പററിയാണ്. നാം പോകേണ്ടി വരും. ഈ ഭൂമിയിലെ സമ്പത്ത് ടെമ്പററിയാണ്. ഈ ഭൂമിയിലെ വസ്തുക്കൾ ടെമ്പററിയാണ്. ഈ ഭൂമിയിലെ കെട്ടിടങ്ങളും സ്വത്തുക്കളും പണവും പ്രതാപങ്ങളെല്ലാം ടെമ്പററിയാണ്. ഔദ്യോഗിക ജീവിതത്തിലെ ഉയർച്ചകളും പദവികളും ടെമ്പററിയാണ്. എപ്പോൾ വേണമെങ്കിലും പോകാം. ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്. എന്നാൽ ഒരു പെർമനൻ്റ് രാജ്യമുണ്ട്. അതാണ് സ്വർഗരാജ്യം. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്. ഹല്ലേലൂയ. അബ്രഹാമിന് ലഭിച്ച ഭാഗ്യം എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു. എന്നാൽ അന്നത്തെ ജനം യോശുവയുടെ കാലം മുതൽ അവരെല്ലാം മറന്ന് സമൃദ്ധിയിലേക്ക് കയറി. അവരെല്ലാം മറന്നു. എന്നാൽ പ്രവാസത്തിലേക്ക് പോയ ജനം തിരികെ വന്നു. അവർ തിരികെ വന്നിട്ട് മോശ മുഖാന്തരം ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നവർ അനുസരിച്ചു. അവരെല്ലാവരും കൂടാരങ്ങളിൽ പാർത്തു. അങ്ങനെ കൂടാരങ്ങളിൽ പാർത്തപ്പോൾ അന്ന് അവിടെ എഴുതിയിരിക്കുന്നു, അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ താഴണം, ദൈവസന്നിധിയിൽ എളിമപ്പെടണം.
2, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണണം. കർത്താവ് നമുക്ക് ഉന്നതഭാവവും വരരുത്, നമുക്ക് ഇൻഫീരിയോറിറ്റിയും വരരുത്. കർത്താവ് രണ്ടും ദൈവസന്നിധിയിൽ തെറ്റാണ്, പാപമാണ്. ഉന്നതഭാവം അത് അഹങ്കാരമാണ്. എന്നാൽ ഞാൻ ഏതുമില്ല എന്ന് ചിന്തിക്കുന്നതും അതും ഏതുമില്ല എന്നുള്ള യഥാർത്ഥ ഭാവത്തിലല്ല. ഞാൻ കുറവുള്ളവനാണ്, എനിക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും നിരാശപ്പെട്ടിരിക്കുന്നതും പാപമാണ്. എന്താ പാപം? എന്താ അതിൽ മറിഞ്ഞിരിക്കുന്ന പാപം? ഞാൻ ഒന്നുമില്ല എന്നുള്ള ദൈവം കൊടുത്ത പദവി അംഗീകരിക്കാത്ത പ്രകൃതമാണത്. ഒരു മനുഷ്യനെ വീണ്ടെടുക്കുമ്പോൾ അവനെ ദൈവവേദലാക്കുന്നു. കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ ഇല്ല. ദൈവത്തെ സന്നിധി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരുരക്തത്തിൻ്റെ വിലയുള്ളവരാണവർ. യേശു എന്നെ വീണ്ടെടുത്തല്ലോ എന്നുള്ള നന്ദി കൊണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായോ ആരോഗ്യപരമായോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിലും ഞാൻ കുറവുള്ളവനാണെന്ന് ചിന്തിച്ച് നിരാശപ്പെടരുത്. കാരണം യേശുവിൻ്റെ രക്തം കൊണ്ട് മോനെ നിന്നെയും കർത്താവ് വീണ്ടെടുത്തു. നിനക്കും കർത്താവ് വില തന്നു. നിന്നെയും വീണ്ടെടുക്കാൻ ഒരേ വിലയേറിയ രക്തമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഞാൻ കുറവുള്ളവനാണ്, എനിക്കൊന്നുമില്ലേ എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. സ്വർഗത്തിലെ ദൈവം തന്ന പദവി അവകാശമാണ്, മക്കളെന്ന പദവിയാണ്. ആ പദവിയോടുള്ള അവഗണനയാണ് നാം നിരാശപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയരെ? ഞാൻ എൻ്റെ അപ്പൻ്റെ മകനാണെങ്കിൽ എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. ഞങ്ങൾ 3 ആൺമക്കളാണ്. എൻ്റെ ഭവനത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കിയേ, ഈ അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല, അപ്പൻ എന്നെ കരുതുന്നില്ല, അപ്പന് എന്നെ മറ്റുള്ളവരെ പോലെ എന്നോട് സ്നേഹമില്ല എന്ന് എപ്പോഴും ചിന്തിച്ചിരുന്നാൽ അതാണ് അപ്പന് ഏറ്റവും വലിയ വിഷമം. ഒരുപക്ഷെ എൻ്റെ പിതാവ് ഞങ്ങളെ 3 പേരെ ഒരുപോലെയായിരിക്കും സ്നേഹിക്കുന്നത്. വാസ്തവമായി അങ്ങനെയാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നുകയാണ്, അത് അപ്പൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നതാണ്. അപ്പൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നത് പാപമാണ്. കാരണം അപ്പൻ എല്ലാവരോടും സ്നേഹമാണ്. അതേ മോനെ നിന്നെയും യേശുവിന് സ്നേഹമാണ്. ഒരു സമ്പന്നനായ ദൈവത്തിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്നെ യേശു സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിനെ പോലെ തന്നെ മോനെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന് നിന്നോട് പ്രിയമാണ്. നീ ദൈവസന്നിധിയിൽ വിലയുള്ളവനാണ്. മോളെ നീ വിലയുള്ളവളാണ്. ദൈവം തന്ന വില നീ കെടുത്തിക്കളയരുത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ദുഃഖിക്കാനിടയാകും. അതാണ് നാം ഉയർന്നാൽ അത് അഹങ്കാരം എന്ന പാപം, നാം നിരാശപ്പെട്ടാൽ അത് ദൈവം തന്ന വില കെടുത്തിക്കളയുന്ന മറ്റൊരു പാപം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ മകനാണ്, ഞാൻ അവകാശിയാണ്. കർത്താവിന് സ്തോത്രം. അത് കൃപയാണ്. നാം എളിമപ്പെടണം. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തണം. ഈ ഭൂമിയിൽ എല്ലാം അനുഭവിക്കാൻ ലഭിക്കുമ്പോഴും ഇത് ടെമ്പററി ലൈഫാണെന്ന് ഓർത്തുകൊണ്ട്, ഇതല്ല, ഈ ഭൂമിയിൽ ദുഃഖമുണ്ടാകാം, രോഗമുണ്ടാകാം, നമ്മുടെ സാമ്പത്തികമായ നിലവാരം ചിലപ്പോൾ താഴ്ന്നായിരിക്കാം. അതിലേക്ക് നോക്കി നിരാശപ്പെടരുത്. എൻ്റെ അപ്പൻ സ്വർഗത്തിലുണ്ട്, എൻ്റെ അപ്പൻ സർവ്വസമ്പന്നനാണ്, എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കർത്താവ് തരും. അല്ല, ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ് ഞാൻ നിത്യത്തിലെത്തുമ്പോൾ തെരുവീതികളിലൂടെ നടക്കാൻ എനിക്ക് ഭാഗ്യം തരും. അതാണ് പ്രത്യാശ. ഈ പ്രത്യാശ വരുമ്പോൾ ഈ ഭൂമിയിലെ ചില കഷ്ടങ്ങളോ കുറവുകളോ പോരായ്മകളോ ഒന്നും ഓർക്കുകയില്ല. നാം സന്തോഷിക്കാനിടയാകും. അന്ന് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം സന്തോഷിക്കാനിടയായി. സന്തോഷം വേണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ എളിമപ്പെടുകയും ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനല്ല എന്ന് ചിന്തിച്ച്, എന്നാൽ മറ്റുള്ളവരെ തരം താഴ്ത്തി കാണാതെ അവരും ശ്രേഷ്ഠരാണെന്ന് ചിന്തിക്കുകയും, അങ്ങനെ ദൈവീകമായൊരു കാഴ്ചപ്പാടിലൂടെ നാം പോകുമ്പോൾ നമുക്ക് സന്തോഷം വരും. മാത്രമല്ല, ഈ ലോകം ശാശ്വതമല്ല എന്നെണ്ണിക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം, നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി തന്നെ ഒരുക്കി കാത്തിരിക്കുക. യേശുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുക, അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ ആത്മീയാർത്ഥമായി കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൂടാരങ്ങളിൽ പാർക്കുക. ഹല്ലേലൂയ. പുറമേ എന്തെല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ ആ ഒരു എളിമ, ഉള്ളിൽ ആ ഒരു ലാളിത്യം, പുറമേ എന്തെങ്കിലും ഉണ്ടെങ്കിലും അഹങ്കരിക്കുകയല്ല. എല്ലാം ദാനമല്ലോ എന്നോർത്ത്, എല്ലാം ദാനമല്ലോ, എല്ലാം കൃപയല്ലോ, എല്ലാം കരുണയല്ലോ, ഇതെല്ലാം തീർന്നു പോകും, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരേണ്ടവനാണെന്നുള്ള ആ പ്രത്യാശയോടെ, അല്ല ഇവിടെ ഒന്നുമില്ലെങ്കിലും സാരമില്ല, എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ സ്വർഗത്തിലൊരു ഭവനം ഒരുക്കുന്നുണ്ട്, ആ ഭവനത്തിൽ ഞാൻ എത്തി ഞാൻ സന്തോഷിക്കാനിടയാകും. അന്ന് അസമത്വങ്ങളില്ല, അന്ന് ഉയർച്ചയും താഴ്ചയുമില്ല, എല്ലാവരും യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും എത്തുമെന്നുള്ള പ്രത്യാശയുടെ പ്രതീകമാണ്
കൂടാരങ്ങളിൽ പാർക്കുകയും അങ്ങനെ ആനന്ദിക്കുകയും ചെയ്യുമെന്നുള്ളത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വേദഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് കർത്താവ് വീണ്ടും വീണ്ടും ധാരാളം മനസ്സിലാക്കി തരും. ഇന്ന് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്താമോ? ദൈവസന്നിധിയിൽ എളിമപ്പെടാമോ? ഈ ലോകം ശാശ്വതമല്ല എന്ന് എണ്ണാമോ? ഈ ലോകം മായ എന്ന് കണ്ടെത്തിക്കൊണ്ട് ഉണ്മയായ ലോകത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കാമോ? നിത്യജീവൻ്റെ അവകാശികളായി തീരാമോ? നിത്യജീവൻ ലക്ഷ്യമാക്കി നിങ്ങൾക്ക് ജീവിക്കാമോ? എങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ദുഃഖങ്ങൾ മാറി നിങ്ങൾക്ക് ആനന്ദിക്കാനിടയാകും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള ദൈവമക്കളായി ഞങ്ങൾ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവുമായി ബന്ധം സ്ഥാപിച്ച് നിങ്ങൾ നേരിട്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് നിങ്ങൾക്ക് നേരിട്ട് മറുപടി തരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കർത്താവിനോട് അടുക്കാനിടയാകും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യമായ പ്രാർത്ഥന വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കാം, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടും.